ഹായ് ഹോൾ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പം ഞാൻ ഇന്ന് ഉച്ചക്ക് ഉണ്ടാക്കിയ ഒരു 3 തരം കറികളാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം ചോറുണ്ടാക്കുക. അപ്പം ഞാനിത് ചോറിന് അരി എടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് കഴുകിയെടുക്കാം. ഒരു 3-4 പ്രാവശ്യം കഴുകിയിട്ടാണ് എടുത്തത്. ഇപ്പം വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഉപ്പിടലുണ്ട് അരിയിൽ, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് പുളി പൊതിർത്തി വെച്ചിട്ടുണ്ട്. അത് മീൻ കറിക്കും അതേപോലെ കുറച്ച് വെണ്ടക്കറി ഉണ്ടാക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് പച്ചക്കറി എടുത്ത് വെച്ചതാണ്. അപ്പോഴേക്കും ചോറ് തിളച്ച് വന്നിട്ടുണ്ട്. അത് ഞാനിവിടെ റൈസ് കുക്കറിലാണ് ചോറുണ്ടാക്കൽ. അപ്പോൾ അതിലേക്ക് നമുക്ക് മാറ്റാം. ഇനി നമുക്ക് പച്ചക്കറി കട്ട് ചെയ്യാം. ഇത് വെള്ളേരിയാണ് എടുത്തത്. അത് പച്ചടി ഉണ്ടാക്കേണ്ടിയിട്ടാണ് വെള്ളേരി എടുത്തത്. ഇത് അതിൻ്റെ ഒരു പകുതി മതി. അപ്പോൾ ഞാൻ ഈ പകുതി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തോലൊക്കെ പോക്കി ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്യാം. ആദ്യമെല്ലാം ഇങ്ങനെ കൈ കൊണ്ട് കട്ട് ചെയ്യാനൊക്കെ പേടിയായിരുന്നു. അപ്പോൾ അത് ശീലമായി. അല്ലാണ്ട് കട്ടിങ് ബോർഡെല്ലാം വെച്ചിട്ടാണ് കട്ട് ചെയ്യൽ. അപ്പോൾ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പും അതേപോലെ കുറച്ച് വെള്ളവും, ഈ വെള്ളരി വേവാനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അത് വേവിച്ചെടുക്കാം. ഇനി ഇതിൽ നിങ്ങൾ എനിക്ക് ഐസ്ക്രീം ആണല്ലോ, പക്ഷെ ഐസ്ക്രീം അല്ല കേട്ടോ, ഇതിൽ തേങ്ങയാണ്. ഞാൻ തേങ്ങ ഇങ്ങനെ ചിരണ്ടി വെക്കലാണ്. അപ്പോൾ അതിൽ വേണ്ടത് നമുക്ക് എടുക്കാം. ഇത് ഞാൻ ഫ്രീസറിൽ സൂക്ഷിക്കുന്നതാണ്. അപ്പോൾ ഒരു മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പം പച്ചടിക്ക് വേണ്ടിയിട്ടാണ് ഈ തേങ്ങ എടുത്തിട്ടുള്ളത്. ഇങ്ങനെ തേങ്ങ ചിരണ്ടി വെച്ചാൽ ഫ്രീസറിൽ സൂക്ഷിച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വേഗം എടുത്ത് കറിയൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണ്. അപ്പോൾ അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഈ തേങ്ങയിൽ കുറച്ച് ജീരകം, അതായത് നല്ല ജീരകവും പിന്നെ 2 പച്ചമുളക്, പിന്നെ കുറച്ച് കടുക്, പിന്നെ തൈരും അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. തൈരിന് ഇപ്പം നമ്മൾ അരച്ചാൽ അത് ലൂസായി വരുമല്ലോ. അപ്പോൾ അതിലേക്ക് തൈര് ചേർത്ത് കൊടുത്തു അങ്ങനെ തന്നെ അരച്ചെടുക്കാം. പിന്നെ 2-3 ചെറിയുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നല്ലോണം ഒന്നും അരയണ്ട, കുറച്ച് അരയും ചെയ്യണം, അധികം അരയും ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് വെണ്ടക്കറി ഉണ്ടാക്കാനുള്ള വെണ്ട എടുത്തിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറുതായിട്ടല്ല കട്ട് ചെയ്യുക, കുറച്ച് വണ്ണത്തിലാണ് കട്ട് ചെയ്യുന്നത്. ഇത്ര വലുത്, ഇത്ര വണ്ണത്തിൽ. വെണ്ട വാങ്ങിയാൽ അധികം ഇങ്ങനെയാണ്, ചിലത് ഭയങ്കര ഉറപ്പായിരിക്കും. അപ്പോൾ കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതെല്ലാം ഒഴിവാക്കേണ്ടി വരും. കണ്ടില്ലേ, 2-3 ഇങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കിയെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും ഒഴിവാക്കിയതാണ്. ചിലപ്പോൾ ഒരു 5-10 വെണ്ട വാങ്ങിയാൽ അതിലൊരു 3-4 ഇങ്ങനെ ഉണ്ടാവും, ചാടേണ്ടി വരും. നമുക്ക് ഇതിലേക്ക് വേണ്ട പച്ചക്കറികൾ മുറിച്ചിടാം. ഞാനൊരു ചെറിയ ഉള്ളിയും അതേപോലെ ഒരു തക്കാളി, ഒരു 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ പച്ചമുളക് കട്ട് ചെയ്യാൻ ഭയങ്കര പേടിയാണ്, കണ്ണിലെല്ലാം തെറിക്കും എന്നുള്ളൊരു പേടിയായിരിക്കും. പിന്നെ സാവധാനത്തിൽ അതിനൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും വെള്ളരി വെന്ത് വന്നിട്ടുണ്ട്. വെള്ളരി ഒരു 2 വിസിലാണ് ഇത് വേവിച്ചെടുത്തത്. അപ്പോൾ അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ വെള്ളം എടുക്കണ്ട. പിന്നെ ആ വെള്ളവും പിന്നെ തേങ്ങ അരച്ചതെല്ലാം കൂടി അന്നേരം ഭയങ്കര ലൂസായി പോകും. പച്ചടി ഒപ്പം ഒരു കട്ടിയിലെല്ലാം ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ ആയാൽ മതി. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം.
അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് താളിച്ചെടുക്കാം. ഞാൻ കടുകും അതേപോലെ വെളിച്ചെണ്ണയിലാണ് താളിക്കുന്നത്. കുറച്ച് കടുകും വറ്റൽമുളകും കറിവേപ്പിലിട്ട് താളിച്ചതാണ്. അങ്ങനെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെണ്ടക്കറി ഉണ്ടാക്കാം. വെണ്ട മുളക് കറിയാണ് ഉണ്ടാക്കുന്നത്. ചട്ടിയിൽ ഉണ്ടാക്കിയാലാണ് വെണ്ടക്കറിയൊക്കെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കടുകും. അതൊന്ന് ചൂടായി വരണം. അപ്പം ചൂടായി വന്നിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് പച്ചക്കറി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം ഉള്ളിയും അതേപോലെ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് വാടി വന്നാലാണ് തക്കാളി ഇട്ട് കൊടുക്കേണ്ടത്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നാൽ വേഗം വാടി വരും. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് നല്ലോണം ഒന്ന് വാടി വന്നാൽ ഇതിൽ മസാല ഇട്ട് കൊടുക്കാം. ഇവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേപോലെ 1 ടീസ്പൂൺ മുളകിൻ്റെ പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഈ കറിക്ക് അധികം എരിവുണ്ടാവില്ല. അതുകൊണ്ടാണ് ഒരു ടീസ്പൂൺ മുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ മല്ലിപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇത് നമുക്കൊന്ന് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം മസാല എല്ലാം നല്ലോണം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് പുളിയാണ്. കുറച്ച് പുളി ചേർത്ത് കൊടുക്കുക. പുളിൻ്റെ വെള്ളം. ഇത് ലൂസായിട്ടല്ല ഉണ്ടാവാൻ, നല്ലൊരു കുറച്ച് കട്ടിയായിട്ടാണ് ഈ വെണ്ടക്കറി ഉണ്ടാവുന്നത്. നല്ല ടേസ്റ്റാണ് ഈ കറി. മീനൊന്നും കൂട്ടാത്തവർക്കെല്ലാം ഇത് നല്ലതാണ് ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കിയാൽ. പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒന്ന് മൂടി വെച്ചിട്ട് വേണം തിളപ്പിച്ചെടുക്കാൻ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കറി ഒന്ന് തിളച്ച് വന്നാലാണ് ഇതിലേക്ക് വെണ്ട ചേർത്ത് കൊടുക്കുന്നത്. അതായത് നേരത്തെ വെണ്ട ചേർത്ത് കൊടുക്കില്ല. വാട്ടിയാൽ ഒരു കൊഴുപ്പ് പോലെ ഉണ്ടാവുക. അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നല്ലൊരു കൊഴുപ്പൊന്നും ഇല്ലാണ്ട് നല്ല ടേസ്റ്റിൽ കിട്ടും. ഞാൻ ഈ തേങ്ങ എടുത്ത് വെച്ചത് പിന്നെ ഇതിന് മീൻകറി ഉണ്ടാക്കേണ്ടിയിട്ടാണ്. അപ്പോൾ തേങ്ങയിലാണ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ നമ്മൾ ഫ്രീസറിൽ വെച്ച തേങ്ങയില്ല. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ അത് വേഗം അരിഞ്ഞു കിട്ടും. അതിനാണ്. അപ്പോൾ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും വെണ്ടക്കറി ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് മീൻകറി ഉണ്ടാക്കുന്നതാണ്. മീൻകറി അതേപോലെ ചട്ടി തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. അത് നല്ലോണം കൈ കൊണ്ട് നല്ലോണം ഉടച്ചു കൊടുക്കുക. അപ്പോൾ തക്കാളി നല്ലോണം ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതേപോലെ ഒരു 2 ടീസ്പൂണ് മുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്ത് പിന്നെ ഒരു 3-4 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം നല്ല മിക്സായി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ആഗോലി കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചതാണ്. ഇത് ഈ മുളകും ഇതെല്ലാം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. നല്ലോണം തിളച്ച് വന്നാലാണ് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. എല്ലാം ഒന്ന് നല്ലോണം ഒന്ന് മിക്സായി വരും.
ഈ തേങ്ങ ഒന്ന് തിളച്ച് വന്നാലാണ് നമ്മൾ മീൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് തിളച്ച് വരട്ടെ. കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് തിളച്ച് വരണം. എന്നാലാണ് മീനിൻ്റെ ടേസ്റ്റ് ഇതിലേക്ക് ഈ കറിയിലേക്ക് വരുള്ളൂ. അപ്പോൾ നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറവിട്ട് കൊടുക്കാം. ഞാനിതിൽ കുറച്ച് വെളിച്ചെണ്ണയും അതേപോലെ ചെറിയ ഉള്ളിയിൽ 2-3 മുറിച്ചിട്ടിട്ട് ഇട്ടിട്ടാണ് വറവിട്ട് കൊടുത്തത്. അപ്പോൾ കറിയും റെഡി ആയിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് ചോറും കറിയൊക്കെ വിളമ്പിയല്ലോ. അപ്പോൾ ആദ്യം കുറച്ച് ചോറിട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മീൻകറി, അതായത് തേങ്ങ അരച്ച മീൻകറിയാണ്, അതും കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചടി അതും കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെണ്ട മുളക് കറി വെച്ചിട്ടില്ലേ, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അച്ചാർ, ഇത് നാരങ്ങ അച്ചാറാണ്. അപ്പോൾ ഇത് ഞാനുണ്ടാക്കിയതാണ് വീട്ടിൽ. നല്ല ടേസ്റ്റുള്ള അച്ചാറാണ്. പിന്നെ അതിനോടൊപ്പം തന്നെ ഒരു പപ്പടവും. അപ്പോൾ എല്ലാം കൂട്ടി നമുക്ക് ചോറ് തിന്ന് നോക്കാം. അപ്പം ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കാം.